അതുകൊണ്ട് സജിത്ത് അക്ഷരാർത്ഥത്തിൽ ജനസാഗരം എന്ന് തന്നെ പറയണം. കഴക്കൂട്ടത്ത് അത്രയധികം ആളുകൾ അദ്ദേഹത്തിന് ഒരു നോക്ക് കാണാനായി, അവസാനമായി അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിനായി അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു. അതെ അശ്വതി, ഒരുപക്ഷെ ഇതുവരെ തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് പോകുന്നതിന് ശേഷം ഈ വിലാപയാത്രയ്ക്ക് ഏറ്റവും അധികം ആളുകൾ കൂടിയ ഇടം ഒരുപക്ഷെ കഴക്കൂട്ടമാവാം. അത്ര വലിയ ആളുകളാണ് ഇവിടെ തടിച്ചുകൂട്ടിയിരിക്കുന്നത്. ഈ ആൾക്കൂട്ട കടലിനിടയിലൂടെ ഈ വിലാപയാത്രയ്ക്ക് കടന്ന് മുന്നോട്ട് പോവുക തന്നെ ബുദ്ധിമുട്ടാണ്. അത്രയും വൈകാരിക പ്രകടനമാണ്. ഒരുപക്ഷെ ഈ കാത്തുനിൽപ്പുകൾക്കൊടുവിൽ VS-നെ വഹിച്ചുകൊണ്ടുള്ള വാഹനം കടന്നു വരുന്ന ആ ഒരു നിമിഷം, അത് ദൂരെന്ന് കാണുമ്പോൾ തന്നെ ഒരുപക്ഷെ നമുക്ക് വിവരിക്കാൻ കഴിയാത്ത വൈകാരിക ഭാവങ്ങൾ വിരിച്ചുകൊണ്ട് ആളുകൾ അത്തരത്തിലാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത്. അങ്ങനെ VS-ന്റെ വാഹനം ആ വിലാപയാത്ര കഴക്കൂട്ടത്തെ പിന്നിടാൻ ഒരുങ്ങുകയാണ്. ഇതാ കഴക്കൂട്ടത്തെ ഈ വലിയ ആൾക്കടലിലൂടെ നടുവിലൂടെ അത് മുന്നോട്ടേക്ക് ദേശീയപാതയിലൂടെ മുന്നോട്ട് പതിയെ നീങ്ങി പോവുകയാണ്. വാഹനം എവിടെയും നിർത്തിയിടുന്നില്ല. പക്ഷേ കാണുന്നവർക്ക് സാവധാനം മുന്നോട്ട് പോകുമ്പോൾ പരമാവധി ആളുകൾക്ക് സൈഡിൽ നിന്നും കാണുന്നതിനുള്ള അവസരമുണ്ട്. ഒരു വലിയ ആൾക്കൂട്ടം, ഒരുപക്ഷെ ഇവിടെ കൂടിയിരിക്കുന്നവർക്ക് VS എന്ന ആ വികാരം അതതിന്റെ പരമകോടിയിലാണിപ്പോൾ. അതാണ് ആളുകൾ പ്രകടിപ്പിക്കുന്ന വികാര ഭാവങ്ങളും അങ്ങനെയാണ്. ദേശീയപാതകളുടെ എല്ലാ പ്രധാനപ്പെട്ട ഇടങ്ങളിലുമെല്ലാം ഇതേ കാഴ്ചകളാണ്. ഇനിയും നേരത്തെ ഷെഡ്യൂൾ ചെയ്ത പ്രകാരം തിരുവനന്തപുരത്ത് ഏകദേശം 8 പോയിന്റുകൾ കൂടി തിരുവനന്തപുരം ജില്ലയിൽ തന്നെ പിന്നിടാനുണ്ട്. ആ പോയിന്റുകളിലെല്ലാം സമാനമായ കാഴ്ച ഉണ്ടാവുന്നു എന്നതാണ്. അങ്ങനെയെങ്കിൽ ഇനി കൂടുതൽ അടുക്കുമ്പോൾ കൊല്ലം ജില്ലയിലേക്ക് എത്തുമ്പോൾ, കൊല്ലം നമുക്കറിയാം ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ് കൊല്ലം. അവിടെ വൈകാരികത അതിന്റെ അപ്പുറമെത്തും. കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ മരണം എന്നത് അവർക്കിടയിൽ എങ്ങേയറ്റം വൈകാരിക തലമാണ്. അവിടെ VS കൂടി ആയാലോ എന്നതാണ് കാഴ്ച. അവിടേക്ക് എല്ലാവരും തടിച്ചുകൂടി കൊല്ലത്തെ ജില്ല പൂർണ്ണമായും VS ആൾക്കൂട്ടത്തിനിടയിലൂടെ വിലാപയാത്രയ്ക്ക് കടന്നുപോവാൻ നന്നേ പാടുപെടേണ്ടി വരും. ഇവിടെ കൂടുന്നവരെയൊക്കെ നിയന്ത്രിക്കാൻ പാടുപെടുന്നുണ്ട്. കാരണം ആൾക്കൂട്ടം അത്ര അധികം വൈകാരിക തലത്തിലാണ് പ്രകടിക്കുന്നത്. ആൾക്കൂട്ടം ഈ ദേശീയപാത ഇതുവരെ കടന്നു വന്നതുപോലെയല്ല, ഇനി അങ്ങോട്ടേക്ക് ദേശീയപാതയാണ്. അതായത് ഒരു സൈഡിലൂടെ ഗതാഗതം നടക്കണം, മറു സൈഡിലൂടെ വിലാപയാത്രയ്ക്ക് കടന്നു പോകണം. അതുകൊണ്ട് ക്ലേശകരമായ ഒരു ദൌത്യമുണ്ട്. ഗതാഗത സംവിധാനങ്ങൾക്കും ക്രമീകരണങ്ങൾക്കും മറ്റും വെല്ലുവിളിയുണ്ട്. അതുകൊണ്ട് ഏറെ ശ്രദ്ധയോടെ ഏറെ ഗൌരവമുള്ള സങ്കീർണമായ വിലാപയാത്രയാണ് ഇനി അങ്ങോട്ടേക്ക് കടന്നു പോകേണ്ടത്. ഇതിനിടയിൽ റോഡിന്റെ ഇരുവശങ്ങളിലും ആളുകൾ തടിച്ചുകൂടുന്നു. എന്തായാലും കഴക്കൂട്ടം ാണ് അടുത്ത പോയിന്റ് വെട്ടു റോഡാണ്, അതിനുശേഷം കണിയാപുരം, അതിനുശേഷം അടുത്ത പോയിന്റ് അങ്ങനെ മംഗലപുരം, അങ്ങനെ നീണ്ട് ആറ്റിങ്ങലെത്തി തിരുവനന്തപുരത്തിന്റെ അതിർത്തി പിന്നിട്ട് കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിക്കും. അങ്ങനെ വളരെ പതിയെ കഴക്കൂട്ടത്തു നിന്ന് വിലാപയാത്ര നീങ്ങുകയാണ്. ജനസാഗരത്തിനിടയിലൂടെ VS സഞ്ചരിക്കുകയാണ്. എപ്പോഴും VS അങ്ങനെയായിരുന്നു. ജനങ്ങൾക്ക് മുന്നിൽ VS എവിടെയുണ്ടോ അവിടെ വലിയ ജനക്കൂട്ടമുണ്ടായിരുന്നു. ഇപ്പോഴും VS-ന്റെ അവസാന യാത്രയിലും അത് അങ്ങനെ തന്നെ തുടരുകയാണ്. ഒരുപാട് അണികളെ അത്രത്തോളം ആവേശത്തിലാക്കിയ ആ നേതാവ് യാത്രാമൊഴി പറഞ്ഞ് വിട പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലേക്ക് പോവുകയാണ്. അന്ത്യാഭിവാദ്യം ഏറ്റുവാങ്ങിക്കൊണ്ട് VS അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആലപ്പുഴയിലേക്ക്, പുന്നപ്രയിലേക്ക് യാത്രയാവുകയാണ്. വലിയ ജനക്കൂട്ടം അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ജനക്കൂട്ടത്തിൽ എപ്പോഴും ജനക്കൂട്ടത്തെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു നേതാവാണ്. അവരെ വാക്കുകൾ കൊണ്ട് ആംഗ്യം കൊണ്ടൊക്കെ ആവേശം കൊള്ളിച്ചിരുന്ന ആ നേതാവ് ഇങ്ങനെ ഇപ്പോൾ നിശ്ചലനായി കിടക്കുന്ന കാഴ്ച, അത് പലർക്കും കണ്ടു നിൽക്കാനാകുന്നില്ല. പൊട്ടിക്കരയുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോഴും അംഗീകരിക്കാനാകുന്നില്ല. അദ്ദേഹത്തിൻ്റെ യാത്ര 101-ാം വയസ്സിലാണ് എന്ന് ഓർക്കണം. ഇനിയും വേണം VS, ഞങ്ങൾക്ക് മതിയായില്ല. അദ്ദേഹത്തിനൊപ്പം അദ്ദേഹത്തിൻ്റെ കാലയളവിൽ ജീവിച്ചിരുന്നു എന്ന് പറയാൻ ഞങ്ങൾക്ക് അത്രത്തോളം
എത്രത്തോളം അഭിമാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എത്ര ആളുകളാണ് വി എസിനെ കുറിച്ച് പറയുന്നതും എഴുതുന്നതുമൊക്കെ. കഴിഞ്ഞ ദിവസമൊക്കെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ണോടിച്ചാൽ അറിയാം, വി എസിനൊപ്പമുള്ള, വി എസിനെ കണ്ട, വി എസിനെ കേട്ട, വി എസിനെ വായിച്ച അനുഭവങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാം നല്ല അനുഭവങ്ങൾ മാത്രമാണ്. ഒരെണ്ണം പോലും നമുക്ക് വി എസിനെ കുറിച്ച് മോശമായ ഒന്നും കേൾക്കാൻ കഴിയാത്തത്ര അത്രയധികം മികച്ച ഒരു നേതാവ്, മികച്ച ഒരു ഭരണാധികാരി, മികച്ച സഖാവ്, എല്ലാ അർത്ഥത്തിലും സഖാവായിരുന്നു വി എസ് എന്നുള്ളതാണ്. ഒഴിവു സമയങ്ങളിലെല്ലാം വായിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന നേതാവാണ് അദ്ദേഹം. പഠനമായിരുന്നു, അദ്ദേഹത്തിന് എപ്പോഴും പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം. അത് അദ്ദേഹത്തിൻ്റെ 98-ാം വയസ്സിലും അദ്ദേഹം ഇങ്ങനെ പഠിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. അന്തരിച്ച മുൻമന്ത്രി KR ഗൗരിയമ്മ ഒരിക്കൽ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അയാൾ പണ്ടേ ഇങ്ങനെയാണ്, എപ്പോൾ ഇരുന്നും കിടന്നും ഒക്കെ വായിക്കും, പഠിച്ച് ഉയരണമെന്ന ഒറ്റ ചിന്തയെ അയാൾക്കുള്ളൂ എന്ന് ഗൗരിയമ്മ പറഞ്ഞത് ഈ സമയത്ത് ഓർക്കുകയാണ്. അത്രത്തോളം പരന്ന വായനയുള്ള, കിട്ടുന്ന സമയം അത്രയും പഠിക്കാൻ ചിലവഴിക്കുന്ന വി എസ് ബാക്കിയുള്ള സമയങ്ങളിൽ ഒരു പോരാളി എന്ന പോലെ ആളുകളെ അത്രത്തോളം ആളുകൾക്ക് വേണ്ടതെന്തോ അത് ചെയ്തു കൊടുക്കാൻ ഞാനുണ്ട് നിങ്ങൾക്കൊപ്പം എന്ന് ഓരോരുത്തരെയും, ആ സമരത്തിന് ജയ് വിളിക്കുന്ന ഓരോരുത്തരോടും ഞാനുണ്ട് നിങ്ങൾക്കൊപ്പം എന്ന് ആവർത്തിച്ച് പറയുന്നത് പോലെയായിരുന്നു വി എസിൻ്റെ ഓരോ പ്രസംഗങ്ങൾ. ഇപ്പോൾ നമ്മൾ കാണുന്നത് കഴക്കൂട്ടത്തെ തിരക്കാണ്. ഇപ്പോഴും റോഡിൻ്റെ ഇരുവശത്തും വലിയ തിരക്ക് അദ്ദേഹത്തിന് കാണാൻ ഉണ്ട്. ഇപ്പോൾ വെട്ട് റോഡിലേക്ക് കടക്കുകയാണ് വിലാപയാത്ര എന്നുള്ളതാണ്. ഇനി ഇങ്ങനെ പോയാൽ പോരാ, കാരണം വി എസിനെ കാണാൻ ഇനിയും ആളുകൾ പലയിടങ്ങളിലായി തടിച്ചുകൂടിയിരിക്കുകയാണ്. അവരെ എല്ലാവരെയും ഒരു നോക്ക് കാണിച്ചിട്ട് വേണം വി എസുമായി മുന്നോട്ട് പോകാൻ. പക്ഷേ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കുന്നു. കാരണം ഇപ്പോൾ കഴക്കൂട്ടത്ത് തന്നെ നമ്മൾ കണ്ടതാണ്, ഏറ്റവും വലിയ ഒരു തിരക്ക് നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടത് കഴക്കൂട്ടത്താണ്. ഇപ്പോൾ മുന്നോട്ട് പോകാൻ പോലും കഴിയാത്ത രീതിയിൽ ഇരുവശവും നിന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ജനങ്ങളെയാണ് കാണുന്നത്. വെട്ട് റോഡിലേക്ക് കടക്കുകയാണ് വിലാപയാത്ര. അവിടെയും നിരവധി ആളുകൾ ഇരുവശങ്ങളിൽ നിന്ന് വി എസിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ്.